ഇപ്പം ഐ ലവ് യു എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഐ ലവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, യു എന്ന് പറയുന്നത് വേരിയബിൾ. അപ്പോൾ ഐ ലവ് എന്ന് പറയുന്ന വാക്കിന് മാറ്റമില്ല, യു എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും, അത് വേരിയബിൾ ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബന്ധങ്ങൾ കാണുന്നത് കൊണ്ടുള്ള വൈകൃതം കൊണ്ടാണ് പല ദുരന്തങ്ങളിലോട്ട് നമ്മൾ എത്തുന്നത്. ഇന്ന് ഇന്റർനാഷണൽ ഫാമിലി ഡേ ആണ്. സത്യത്തിൽ ഇപ്പോഴത്തെ കുടുംബങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ ഈ മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, പണ്ടത്തെ ഒരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 90% റിലേഷൻഷിപ്സ് വീടിനകത്ത് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ഒരു 10% ആയിരിക്കും മീഡിയ അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റിനുള്ളത്. എന്നാൽ ഇന്ന് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 90% നമ്മളെല്ലാവരും മീഡിയ, എല്ലാവരും ആ ഒരു സ്ക്രീനിൻ്റെ മുന്നിലാണ്. അപ്പോൾ 10% ഉള്ളു ബന്ധങ്ങൾക്കുള്ള വില. അതുകൊണ്ട് തന്നെ ഇന്ന് കുടുംബം നമ്മൾ എടുക്കുകയാണെങ്കിൽ, കുടുംബം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് ഹോംലെസ്. പക്ഷേ വീടിനകത്ത് തന്നെ ഹോംലെസ്നെസ് വിതിൻ ദ ഹോം, വീട്ടിനകത്തുള്ള ഹോംലെസ്നെസ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ടത്. കാരണം വീട്ടിനകത്ത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും നമുക്കൊരു അവഗണന, പരിഗണനയ്ക്ക് പകരം അവഗണനയോ അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ആ ഒരു ബ്രോക്കൺ ആയിട്ടുള്ള റിലേഷൻഷിപ്സ്. പിന്നെ എനിക്ക് തോന്നുന്നത് വീട് ഒരു നെസ്റ്റ് ആയിരിക്കണം. ഹോം എന്ന് പറയുമ്പോൾ നെസ്റ്റ്, പക്ഷേ ഇന്ന് അതൊരു കേജ് പോലെയും തോന്നുന്നുണ്ട്. കാരണം പല രീതിയിലുള്ള സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ വേറെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഭാഷകൾ ഭിന്നമാകുന്ന ഒരു വീട്. ഇപ്പം നമുക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അതിലൊക്കെ പ്രാവീണ്യമുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഹൃദയത്തിൻ്റെ ഭാഷ, അകലം കുറയ്ക്കുന്ന ഭാഷ പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലുള്ള ഗ്യാപ്പ്, അതിൻ്റെ ബ്ലാസ്റ്റ്, അതൊക്കെ കൊണ്ട് പല പ്രതിസന്ധികൾ, കുടുംബങ്ങൾ തകർന്നു പോകുന്നു. ആ ഒരു പൊതുവെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഭാര്യയും ഭർത്താവുമാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞിനോടാണെങ്കിലും അവർക്ക് കറക്റ്റ്ലി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാതെ പോകുന്ന ആൾക്കാരും ഉണ്ട്, അത് ശ്രമിക്കാത്ത ആൾക്കാരും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഒന്നാമതേ ഒരാൾക്ക് സമയമില്ല, ഒരാൾക്ക് വീട്ടിലെ പണി ഒഴിഞ്ഞിട്ട് നേരമില്ല, ഒരാൾക്ക് അച്ഛനോടും അമ്മയോടും സംസാരിക്കണം എന്നുണ്ട്, അവർ രണ്ടുപേരെയും കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ പലതും ഹൃദയത്തിലോട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു പോകുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സൊസൈറ്റിയിൽ കാണുന്ന പല വിധമായിട്ടുള്ള അനിഷ്ടാവസ്ഥകളും ഉണ്ട്. ഇപ്പം അപകടങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ മോശം സംഭവങ്ങൾ നടക്കുന്നു. ഇതൊക്കെ നടക്കുമെങ്കിലും നമ്മൾ പറയും അത് അവരുടെ വീട്ടിലല്ലേ, അല്ലെങ്കിൽ അത് അവിടെ അല്ലേ, ഇവിടെ നടക്കത്തില്ല. പക്ഷെ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഇതെല്ലാം ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു വാർത്തകൾ വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു ടേം ഉണ്ട്, അതെന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും, എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായിരിക്കും, എന്തെങ്കിലും ഇൻടോക്സിക്കേഷനിലായിരിക്കും എന്ന് പറയും. പക്ഷെ അതിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഫാമിലി തന്നെ അതൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരിക്കും. അപ്പം ഇത് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ പറഞ്ഞ പോലെ ഈ ഒരു ടോക്സിക് പേരന്റിങ് മാറി ഒരു ബ്രോക്കൺ ഫാമിലി ആയതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ചേഞ്ച്ഡ് ആവുന്ന കാര്യങ്ങൾ? അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വൈകൃതമുള്ള വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ബ്രോക്കൺ ഫാമിലീസ് തന്നെയാണ് വരുന്നത്. കാരണം അവർക്ക് ആ ചൈൽഡ്ഹുഡിലുള്ള ട്രോമാസ്, മുറിവ്, അൺഹീൽഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുട്ടിക്കാലത്ത് അവർ കണ്ടതും ഒബ്സർവ് ചെയ്തതായിട്ടുള്ളത് ഒക്കെ അവരെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഒരു കുട്ടിക്ക് കൊടുക്കാവുന്ന ഒരു മുറി നിറയെ ടോയ്സോ, ഗെയിംസ്, ചോക്ലേറ്റ്സ് എന്നുള്ള പിന്നെ ട്രിപ്സും അതൊക്കെ അല്ലാതെ സമാധാനകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനം. അതായത് അവരുടെ മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും എല്ലാത്തിനും. കാരണം ഇന്നിപ്പം നമ്മൾ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ മൂത്ത് വ്യാധിയാകുന്ന സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഡിസീസസും അങ്ങനെയുള്ള സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഡിപ്രഷനും ഇങ്ങനെയുള്ളതൊക്കെ കുട്ടികളും ഒക്കെ കടന്നു പോകുന്നുണ്ട്, മുതിർന്നവരും ഒക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഏക പരിഹാരം എന്ന് പറയുന്നത് നമ്മൾക്ക് ആദ്യം ഇപ്പോൾ സിലബസ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിലും ഉപരിയായിട്ട് നമ്മൾ ആദ്യം നമ്മളെയാണ് മനസ്സിലാക്കേണ്ടത്. അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്, അത് തന്നെ ഒരു വലിയൊരു സ്റ്റഡി ആക്കി എടുക്കണം. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും എമ്പതിയും, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ കുടുംബ ദിനമാകുമ്പോൾ പ്രകൃതിയോടും ചുറ്റുപാടും മറ്റ് സഹജീവികളോടും ഒക്കെ ഒരു കമ്പാഷൻ, എമ്പതി, സ്നേഹം,
ആർദ്രത, കരുണ, ദയ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, നമുക്ക് ഫ്രൂട്ട്ഫുൾ ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറയുമ്പോഴും ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. വയലന്റ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അടുപ്പിച്ച് വരുന്ന സിനിമകൾ മൊത്തം വയലൻസ് മാത്രമേ. കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കാണേണ്ടത് ഒരു ആക്ഷൻ ഫിലിമാണ്, അല്ലെങ്കിൽ വയലന്റ് ഫിലിമാണ് കാണേണ്ടത്. അവർക്കൊരു ഫീൽ ഗുഡ് സിനിമ കാണാനുള്ള പേഷ്യൻസ് ഇല്ല എന്ന് പറയും. അപ്പം അത് തന്നെ മാറുന്നതായിട്ട് തോന്നിയിട്ടില്ല ഈ പറഞ്ഞ പോലെ ആ ഒരു ചേഞ്ച്? അതെ അതെ. ഇപ്പോൾ സൊസൈറ്റി നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഒരു റോഡിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ തന്നെയുള്ള റോഡ് റേജ്, അവിടെയും ക്ഷമയില്ല, ഒരു ക്യൂവിൽ നിൽക്കാനുള്ള ക്ഷമയില്ല. പിന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ പേസ്ട്രി എവിടെ പോയാലും ആൾക്കാർ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ഉടനെ കയറി ഷൗട്ട് ചെയ്ത് ലൗഡായിട്ട്. അപ്പം നമ്മൾ നിയമപരമായിട്ടല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ഇപ്പോൾ വെല്ലുവിളിച്ചും തോൽപ്പിച്ചും തർക്കിച്ചും വാദിച്ചും ഒക്കെ കാര്യങ്ങൾ നേടാനാണ് അങ്ങനത്തെ ഒരു സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പം സമാധാനപരം അല്ലാതെ വെല്ലുവിളിച്ചും തർക്കിച്ചും ഒക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ആ ഒരു വയലൻസിൻ്റെ ത്രെഡ് വന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭവനത്തിലെ അന്തരീക്ഷം, ഇപ്പോൾ സമൂഹത്തിൻ്റെ ആ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പോൾ ഫാമിലിയിൽ നല്ല ബന്ധങ്ങൾ, നമുക്ക് നല്ല ഊഷ്മളമായിട്ടുള്ള റിലേഷൻഷിപ്സ്, ഫാദറും മദറും തമ്മിൽ, പിന്നെ ഫാദറും കുട്ടികളും തമ്മിൽ, അവർക്ക് ഒരു നല്ലൊരു ഇടമായിട്ട് തോന്നണം, ഒരു ഫ്രീ സ്പേസ് ഓപ്പൺ അപ്പ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിലൂടെ മാത്രമേ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ സാധ്യമാകത്തുള്ളൂ. ഇപ്പൊ ഇന്നത്തെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ ടേംസ് കുറെ ജെൻസി ടേംസ് ഉണ്ട്. ചിലതൊക്കെ നമുക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ പല ടേമുകളും അതൊരു റിലേഷൻഷിപ്പിനെ കോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ ബെസ്റ്റീസ്, അത് പറഞ്ഞ പോലെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ്, മാരേജസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അവരെ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് അവർ പറയുന്നതനുസരിച്ച്. അപ്പം റിലേഷൻഷിപ്പിനെ അവരത്ര റെസ്പോൺസിബിളായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗവും കൂടെ ഉണ്ട്. അവർക്ക് താല്പര്യമില്ല. കാരണം അവർ നോക്കുന്നത് ഇത്രയും സ്ട്രെസ്ഫുള്ളായി, ഇത്രയും നെഗറ്റീവ്, അവരുടെ ഫാമിലി ചിലപ്പോൾ കുറച്ച് നെഗറ്റീവ് ആണെങ്കിൽ എന്തിനായി ഇത്രയും നെഗറ്റിവിറ്റി എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്? അപ്പം നമ്മുടെ ഫാമിലിക്കുള്ളിൽ തന്നെ ആ ഒരു നെഗറ്റിവിറ്റി ഈ കുട്ടിയെ ബാധിക്കുന്നുണ്ട് എന്നൊരു സാധനം കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമേ തോന്നുന്നത് അവർക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് പകരം ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അപ്പം തന്നെ അത് സാധിക്കുകയോ വാങ്ങിച്ചു കൊടുക്കാതെ ഡിലേഡ്. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നത് ഫെയിലിയർ, പിന്നെ റിജക്ഷൻ, നോ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. സക്സസിനെക്കാട്ടിലും കൂടുതലും തോൽവിയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഒക്കെ പറഞ്ഞല്ലോ. ഈ ഒരു ഷോർട്ട് കട്ടിലൂടെ എന്തായാലും നമുക്കൊന്നും നേടാനായിട്ട് സാധിക്കുന്നില്ല. ഹാർഡ് വർക്കിലൂടെയും നല്ലൊരു സുഹൃത്തുക്കൾ, നല്ലൊരു ടീം വർക്ക്. ഇപ്പോൾ ലൈഫിൽ വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, ദ ജേർണി ആണോ ഡെസ്റ്റിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആൻസർ കമ്പനിയാണ്. കമ്പനി, ആരോടൊപ്പമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അവരാണ് നമ്മുടെ ജേർണി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർ നമ്മളെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതം കാലഘട്ടം എന്ന് പറയുന്ന 3 വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയും, ഒന്ന് ത്രിൽ, രണ്ടാമത് ബിൽ, മൂന്നാമത് ഇൽ. അപ്പോൾ ത്രില്ലിംഗ് പീരീഡിൽ യൂത്ത് ക്വേക്ക് എന്ന് പറയാം. യൂത്ത് ക്വേക്ക്, എർത്ത് ക്വേക്ക് പോലെ തന്നെ യൂത്ത് ക്വേക്ക്, യുവത്വത്തിൻ്റെ ആ ഒരു തിളക്കലിൽ നമുക്ക് പല രീതിയിലുള്ള പ്രലോഭനങ്ങളും പല വീഴ്ചകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതൊരു പീരീഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിൽ എന്ന് പറയുമ്പോൾ 40s നമുക്ക് പിന്നെ പല രീതിയിലുള്ള നമ്മൾ ഫുൾ ഫിനാൻഷ്യലി പല ബില്ലുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ലൈഫ് പോകുന്നു. പിന്നെ ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു തിരിച്ചറിവിൻ്റെ, പിന്നെ നമ്മൾക്ക് ലോകം ഈ ആകാശത്തിന് കീഴേയും ഭൂമിക്കും ഇതെല്ലാം മായ, എല്ലാം ഇല്യൂഷനായിട്ട് അപ്പോൾ പിന്നെ നമുക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു 3 കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള വീഴ്ചകൾ വരുന്നു, പല മിസ്റ്റേക്സ് വരുന്നുണ്ട്. ആ വാക്കാണ് എനിക്കിത് പറയാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നത്. അതായത് വീട്ടിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടായാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള പേരൻസ് ഉണ്ടാവണം. അല്ലെങ്കിൽ എന്തെങ്കിലും
ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഒരു വിശ്വരൂപം എടുത്ത് താണ്ഡവമൊന്നും ആടേണ്ട കാര്യമില്ല. ആർക്കാണെങ്കിലും നമ്മളും ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം മിസ്റ്റേക്സ് വരുത്താനുള്ള സ്പേസും കുട്ടികൾക്ക് കൊടുക്കണം. അല്ലാതെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവരെ അത്രമാത്രം ശിക്ഷിക്കാനോ അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കരുത്. മിസ്റ്റേക്സ്, ലാസ്റ്റ് മിസ്റ്റേക്ക് ഈസ് അവർ ബെസ്റ്റ് ടീച്ചർ എന്നാ പറയാം. അപ്പൊ തോൽവികളാണ് ശരിക്കും നമ്മളെ ഒരു വ്യക്തിയാക്കുന്നത്. വിജയത്തെക്കാട്ടിലും കൂടുതലും ഒരു വ്യക്തിയുടെ ഏറ്റവും ഒരു നന്മ, മേന്മ കൊണ്ടുവരുന്നത് തോൽവിയാണ്. രൂപ, ഈ ഫാമിലിന്റെ ഉള്ളിലത്തെ കമ്മ്യൂണിക്കേഷൻ അതൊരു വലിയൊരു പ്രശ്നമാണല്ലോ ഇപ്പോഴത്തെ. അപ്പൊ അതിനൊരു നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയാസ് അതിനൊരു കാരണമല്ലേ? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, യൂട്യൂബ്, അവർ ആ ഒരു സോഷ്യൽ മീഡിയയിലാണ് അവരുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും പേരൻസിനെക്കാട്ടിലും കൂടുതൽ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജസും സ്ട്രെങ്ത്തും ഉണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരുപാട് പേര് അതിൻ്റെ ഗുണം, അതിൻ്റെ ഒരു വിജയം ചെയ്തവരും ഉണ്ട്. അതല്ലാതെ ആ ഒരു വേർതിരിവ്, ആ ഒരു ബൗണ്ടറി, ഇതൊരു തിൻ ലൈനാണല്ലോ ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ, ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ ഫിംഗർ, ഇതൊരു തിൻ ലൈൻ. അപ്പോൾ ആ ഒരു ബൗണ്ടറി മനസ്സിലാക്കാത്തവരാണ് പല ചതിക്കുഴിയിലും ദുരന്തത്തിലുമൊക്കെ വീഴുന്നത്. ഇപ്പോൾ നമുക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. മാറ്റങ്ങൾ ഇപ്പോൾ ഹൂ ഈസ് എ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ദ പേഴ്സൺ ഹൂ ഈസ് റെഡി ടു ചേഞ്ച്. മാറാൻ പറ്റുന്ന, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ് സക്സസ്ഫുൾ. അല്ലാതെ ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ്, പൂർവികരമായിട്ടുള്ള ഇങ്ങനെയാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ജനിച്ചു വളർന്നത്, ഇപ്പം എനിക്ക് എൻ്റെ പൂർവികർ പറഞ്ഞു തന്ന അറിവുകൾ, ശരി തെറ്റുകൾ, ഇതാണ് റൈറ്റ്, ഇതാണ് റോങ്, ഇതാണ് നന്മ, ഇതാണ് തിന്മ. അപ്പോൾ ആ ഒരു സ്റ്റോറി, ആ ഒരു നറേറ്റീവ് എൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഈ നറേറ്റീവ് കൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങളില്ല, അത് അപ്രസക്തമാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വി ക്യാൻ റീറൈറ്റ് ദ സ്റ്റോറി. അത് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്, റീറൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴും ഒരു വ്യക്തി കാണിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് ആണെങ്കിലും ഗൈഡ് ലൈൻസ് കൊടുക്കുക. ഇപ്പോൾ ഒന്നും നമുക്കിപ്പോൾ വേണ്ട എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു കാലം അല്ല. എലിസബത്ത് പറഞ്ഞതും രൂപ പറഞ്ഞതിനകത്ത് ഒരു സംഭവം വെച്ചാൽ ഈ റിയൽ ടൈമിലേക്ക് മാത്രം പേഷ്യൻസ് ഉള്ള ആൾക്കാരാണ് കൂടുതലും. അത്ര ഷോർട്ടാണ്, പേഷ്യൻസും അത്ര ഷോർട്ടാണ്. അതുപോലെ തന്നെ രൂപ പറഞ്ഞ പോലെ നമ്മളിപ്പം കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനെ നമ്മളെ ഒരു നല്ല കാഷ്വലായിട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിലും അതിനൊരു ലിമിറ്റേഷൻസ് ഇല്ല. അതായത് ഞാനും എൻ്റെ കുട്ടിയും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ്, അതിലൊരു ഗ്യാപ്പ് തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ഒരു കൂൾ ആയിട്ടുള്ള പേരൻസ്, അപ്പോൾ ഏറെ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവരുടെ ആ പേരന്റ് എന്നുള്ള സ്ഥാനം തന്നെ മറന്നുകൊണ്ടുള്ള ആ ഒരു നിലപാടെടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുട്ടിക്ക് പേരന്റിന്റെ സ്ഥാനത്ത് പേരന്റ് തന്നെ വേണം. ആ ഒരു സ്പേസിൽ അല്ലെങ്കിൽ ആ ഒരു ചെയറിൽ വേറെ ആർക്കും ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പേരന്റ് എന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ കുട്ടിയെ നല്ല രീതിയിൽ, ഇന്നത്തെ പാരന്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരൊറ്റ സെന്റൻസിൽ പറയും, നമ്മളാണ് വളരുന്നത് കുട്ടികളോടൊപ്പം. അല്ലാതെ എനിക്ക് ഇത്രയും അറിയാം, ഞാൻ ഇത്രയധികം ഓണമൊക്കെ കഴിച്ചിട്ടുണ്ട്, എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഔട്ടായി കഴിഞ്ഞു അവരുടെ ലൈഫിൽ നിന്ന്. കാരണം നമ്മൾ കുട്ടികളോടൊപ്പം വളർന്നാൽ മാത്രമേ പ്രോപ്പർ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പാരന്റിങ് ഇന്ന് സാധ്യമാകുള്ളൂ. അല്ലാതെ നമ്മൾ കുട്ടികളെ വളർത്തുകയല്ല, നമ്മളാണ് വളരേണ്ടത്. ആ രീതിയിൽ ബ്രോഡായിട്ട് ഓപ്പൺ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം. അതാണ് വിൻ വിൻ സ്ട്രാറ്റജി. ഇപ്പം ഈ പറയുന്ന പല കുടുംബങ്ങളിലും ടൈം ചെയ്യാനാണ് നടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം സത്യം പറഞ്ഞാൽ പേരൻസ് ആണ് കുട്ടിയെ വളർത്തുന്നത്. പേരൻസിന് ഇഷ്ടം നീ പഠിക്കേണ്ടത് ഇതാണ്, നീ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം, രാത്രി നേരത്തെ കിടക്കണം. പക്ഷെ ചിലപ്പോൾ ഈ കുട്ടി ചിലപ്പോൾ രാത്രി ലേറ്റ് നൈറ്റ് ഇരിക്കാൻ തയ്യാറാകുന്ന കുട്ടിക്ക് ലേറ്റ് നൈറ്റ് ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പം 2 മണിക്ക് എഴുന്നേറ്റിരുന്ന കുട്ടിക്ക് കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കാതെ ഈ ഒരു സ്കെഡ്യൂളിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു ടൈം ടേബിൾ അതിപ്പോൾ ഓരോ പേരന്റിങ് സ്ട്രാറ്റജിയാണ്. എന്നിരുന്നാലും ഓരോ കുട്ടികൾക്ക് ഓരോ ഇഷ്ടങ്ങളും ഓരോ ഫ്രീഡം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ലൈഫ്, അവരുടെ സ്വപ്നങ്ങൾ. ഇപ്പോൾ ഓരോ കുട്ടിയും നമ്മൾ കാണാത്ത ലോകത്തിലേക്ക് നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജാണ്. അപ്പോൾ അവരെ ഇപ്പോൾ നമ്മളാണ് അവരുടെ പേരന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ നമ്മളോടൊന്നും കടപ്പെട്ടിട്ടില്ല. ദേ ഡോണ്ട് ഓ അസ്. നമ്മുടെ പക്ഷെ നിലപാട് നമ്മൾ വളർത്തിയതിൻ്റെയും ത്യാഗം ചെയ്തതിൻ്റെയും ഒക്കെ കണക്ക് പറച്ചിലാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും
ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പോൾ അതല്ലാതെ ഓരോ കുട്ടിയും ഓരോ വ്യക്തിയാണ്, ഓരോ ഇൻഡിവിജ്വലാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളും അവരുടേതായിട്ടുള്ള ഫ്രീഡം ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അത് തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവരുടെ 24 hours എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു ഷെഡ്യൂൾ ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും നമ്മൾ കൊടുക്കണം. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ഓരോ ഗൈഡ് ലൈൻസ്, സജഷൻസ് കൊടുക്കാം. പക്ഷെ ഫൈനലി അവർ തന്നെ ആയിരിക്കും തീരുമാനിക്കുന്നത്. ഇതിലൂടെ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് സാധ്യമാകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ പല ഫാമിലീസിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ PNR എന്ന് പറയാം, അതായത് പോയിന്റ് ഓഫ് നോ റിട്ടേൺ, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ. അത് ഞാൻ എൻ്റെ ചുറ്റിനും ഞങ്ങളുടെ ഫാമിലിയിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ മക്കൾ നഷ്ടപ്പെടുന്നത്. അത് ഈ രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ നമ്മൾ അഗ്രസീവായിട്ടും കൂടുതൽ അവരെ ബ്ലെയിം ചെയ്യുകയും കൂടുതൽ കുറ്റപ്പെടുത്തുകയും കൂടുതൽ ഗിൽറ്റി ആക്കുക എന്ന് പറയും. വെറുതെ അവർക്ക് ആ ഒരു സ്നേഹം, ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കുട്ടികളെ വീണ്ടെടുക്കണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അല്ലാതെ നമ്മൾ വല്ലാതെ അവരെ ശിക്ഷിക്കുകയും വല്ലാതെ ഓരോ നിയമങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ നടക്കത്തില്ല. എനിക്ക് തോന്നുന്നു വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നെഞ്ചിലിട്ട് വളർത്തണം, എനിക്കതാ തോന്നുന്നത്. കാരണം അത്രയും സ്നേഹം കൊണ്ട് വാത്സല്യം കൊണ്ട് മാത്രമേ ഇന്നത്തെ തലമുറ വീണ്ടെടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ അതൊരു സ്നേഹം ഒരു സ്ട്രാറ്റജിയാണ്. കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സ്നേഹം ഉള്ളിടത്ത് ഒരിക്കലും ഒരു പകയോ ഉദ്ദേശവും വരില്ല. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ കാണുന്നത് നേരെ തിരിച്ചല്ലേ, അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ നടക്കുന്നത്? അതെ, അപ്പോൾ ഇതിപ്പോൾ ഇന്നിപ്പോൾ മാറുന്ന ബന്ധങ്ങൾ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഐ ലവ് യു എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഐ ലവ് എന്ന് പറയുന്ന വാക്കിന് മാറ്റമില്ല. യു എന്ന് പറയുന്നത് ഐ ലവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, യു എന്ന് പറയുന്നത് വേരിയബിൾ. അപ്പോൾ യു എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും, അത് വേരിയബിൾ ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബന്ധങ്ങൾ കാണുന്നത് കൊണ്ടുള്ള വൈകൃതം കൊണ്ടാണ് പല ദുരന്തങ്ങളിലോട്ട് നമ്മൾ എത്തുന്നത്. നമുക്ക് ഇന്ന് ഒരു സ്ഥായിയോ ലോയൽറ്റിയോ കമ്മിറ്റ്മെന്റോ പ്രതിബദ്ധതയോ ഒന്നുമില്ല ബന്ധങ്ങളിൽ. അപ്പോൾ ഈ ലൈക്കും ലവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഇന്നെല്ലാം ലൈക്സിന്റെ പിന്നാലെയാണല്ലോ ഇന്നത്തെ ലോകം ഓടുന്നത്. അപ്പൊ നമ്മളൊരു പൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പൂവിനെ പ്ലക്ക് ചെയ്യുന്നു, ലവ് ആണെങ്കിൽ പൂവിനെ വാട്ടർ ചെയ്യുന്നു. അതാണ് ആ ഡിഫറൻസ്, ആ ത്രെഡ് ലൈൻ വരുന്നത്. ബന്ധങ്ങളുടെ ഈ തകർച്ചയ്ക്ക് കാരണം ഇന്ന് മറവി കൂടെ ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ അംനീഷ്യ, ഡിമെൻഷ്യ, അൽസൈമേഴ്സ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ വന്ന വഴി മറക്കുകയും മറക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ, കടപ്പാടുകളെ, ഇന്നലകളെ മറക്കുന്ന ആളുടെ വല എന്നും ശൂന്യമായിരിക്കും, ഒന്നും കിട്ടത്തില്ല. കാരണം എന്താ ചോദിച്ചാൽ നമുക്ക് ആ ഒരു ഗുരുത്വം എന്നുള്ളൊരു വാക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ പറയുകയാണെങ്കിൽ ഇന്നൊരു സ്പിരിച്വൽ അല്ലെങ്കിൽ എത്തിക്കൽ അൽസൈമേഴ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. അതായത് മറക്കാൻ പാടില്ലാത്തവരെ അങ്ങനെ മറക്കുന്ന, വളരെ സൗകര്യപൂർവ്വം വളരെ ഈസിലി മറക്കുകയാണ്. ഇന്ന് ഇപ്പം നമ്മുടെ മെമ്മറി കാർഡ് എന്ന് പറയുന്നത് തന്നെ സ്മാർട്ട് ഫോണിലാണ്. ഒന്നും നമുക്ക് നമ്പേഴ്സ് തുടങ്ങി നമുക്ക് വന്ന വഴിയോ നമുക്ക് ആരോടാണ് കടപ്പാടുള്ളത്, നമ്മുടെ ഗുരുക്കന്മാർ, നമ്മളെ വളർത്തി വലുതാക്കിയവർ, ആരോടും നമുക്ക് ഇന്നൊരു ഓബ്ലിഗേഷനോ കടപ്പാടോ ഒന്നും ഇല്ലാതെ നമ്മൾ വളരെ സ്വതന്ത്രപൂർവ്വം നിലപാടുകൾ എടുക്കുകയും മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയും ഒക്കെ ആരോടും ഓബ്ലിഗേഷൻ ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതും ഈ ഒരു കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള കാരണമാണ് ഈ മറവി, അതായത് എത്തിക്കലായിട്ടുള്ള അൽസൈമേഴ്സ്. ബ്രോക്കൺ ഫാമിലീസ് അതിനൊരു ഫാക്ടർ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഈ സിംഗിൾ പാരന്റിങ് ആണെങ്കിലും പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഒരുമിച്ച് ഭാഷകളുടെ ആ ഒരു വ്യത്യാസം കൊണ്ടോ, ഇപ്പം ഞാനൊരു ദാമ്പത്യത്തെക്കുറിച്ചുള്ള ഒരു കഥ ഞാൻ വായിച്ചതാണ്. ഒരു മലയാളം സ്നേഹിക്കുന്ന ഒരു ഭാഷാസ്നേഹി, ഒരു കവയത്രി, അവർ ന്യൂലി വെഡ്സ് ഈ മനോഹരമായിട്ടുള്ള കടൽ തീരം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ കവയത്രിയുടെ മനസ്സുടനെ ഈ തിരമാലകൾ കണ്ടപ്പോൾ ഉണർന്നു. അപ്പോൾ കവയത്രി ഹസ്ബൻഡിനോട് പറയുന്നു, എത്ര മനോഹരമായിട്ടാണ് തിരമാലകൾ ഈ കരയെ ചുംബിക്കുന്നത്, എന്തോ ഒരു മനോഹരമായിട്ടുണ്ട് ഈ കടലിൻ്റെ പ്രണയാർദ്ര ഭാവങ്ങൾ. അപ്പോൾ ഭർത്താവാണെങ്കിൽ ഫിസിക്സ് മെയിനാണ്. അപ്പോൾ ഭർത്താവ് അന്നേരം പറയുന്നത് അത് അങ്ങനെയല്ല, അത് ആഴക്കടലിലെ അന്തരീക്ഷത്തിലെ ഊഷ്മാവിൻ്റെ വ്യത്യാസം കൊണ്ട് കടലിൻ്റെ ജലോപരിതലത്തിൽ ഉണ്ടാകുന്ന കർഷണത്തിൻ്റെ ഫലമായി ജലകണികകൾ തീരത്തേക്ക് കടന്നു കയറുകയാണ്, അതുകൊണ്ടാണ്, അതാണ് ഫിസിക്സ്, അതാണ്. അപ്പോൾ ഈ കവയത്രി പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, ഈ തിരകൾ തീരത്തെ ചുംബിക്കുന്നത് നിങ്ങളിലെ പ്രണയം ഉയർത്തുന്നില്ലേ?
അദ്ദേഹത്തിന് അതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ആ സ്റ്റോറി എൻഡ് ചെയ്തത് അവർ കുടുംബ കോടതിയിൽ കണ്ടുമുട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കുടുംബത്തിൽ, വീടുകളിൽ, ഭവനങ്ങളിൽ ഭാഷ ചിഹ്ന ഭിന്നമായി പോവുകയാണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജസിന്റെ കാര്യം പറഞ്ഞ പോലെ സ്നേഹത്തിന്റെ ഭാഷയാണ് ഇന്ന് വേണ്ടത്. സ്നേഹത്തിന്റെ, ക്ഷമയുടെ, വിട്ടുവീഴ്ചയുടെ, കരുണയുടെ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ. പക്ഷേ ഇന്ന് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് എല്ലാവരും വെല്ലുവിളിച്ച് മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുക, ഐസൊലേറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ മുറിവ് ഉണ്ടാക്കുന്നവരാണ് മുറിവ് ഉണക്കുന്നവരെക്കാട്ടിലും കൂടുതൽ. പിന്നെ നമ്മൾ മറ്റുള്ളവരെ ചെറുതാക്കാൻ നമ്മൾ എക്സ്പേർട്സ് ആണ്. പക്ഷെ ചെറുതാവാൻ ഒന്ന് താഴ്ന്നു കൊടുക്കുക, ഒന്ന് തലകുനിച്ച് തോറ്റു കൊടുക്കുക, വിട്ടുകൊടുക്കുക, ഒന്ന് പരാജയം സംഭവിക്കുക. കുടുംബത്തിൽ ഇതെല്ലാം ആവശ്യമാണ്. അല്ലാതെ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള ഒരു പ്രസക്തിയെ വരുന്നില്ല. കാരണം നമ്മൾ ഫാമിലിയാണ്, അച്ഛൻ, അമ്മ, മക്കൾ, ഇവരുടെ ഭാവിയാണ് നമ്മുടെ മുന്നിൽ. അപ്പോൾ അതിലൊന്ന് ചെറുതാവുക, അതിൽ ഒന്ന് തോറ്റു കൊടുക്കുക, അതൊക്കെ ഭാവിയിൽ വലിയ അനുഗ്രഹങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ മുറിവ് ഉണക്കുന്നവരായിരിക്കണം എന്നാണ്, അല്ലാതെ മുറിവ് ഉണ്ടാക്കുകയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കുടുംബ ബന്ധങ്ങളിൽ. ഇപ്പം പല വിഷയങ്ങൾ നടക്കുമ്പോഴും നമ്മളെല്ലാം പറയുന്നത് ഈ അപ്പുറത്തെ വീട്ടിലെ വിഷയമാണ്, നമ്മുടെ വീട്ടിലെ വിഷയമല്ലല്ലോ. നമ്മുടെ വീട്ടിലെ വിഷയങ്ങൾ എല്ലാവരും നേരെയാക്കി കഴിഞ്ഞാൽ സൊസൈറ്റി നേരെയാവത്തില്ലേ? ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ നടക്കത്തില്ല, അങ്ങനെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ ഈ പറയുന്നത് എല്ലാം മാറില്ലേ? അപ്പം അതിന് മാറാൻ മലയാളി റെഡിയാവാത്തതാണോ അതോ അവരുടെ ഈഗോ സമ്മതിക്കാത്തതുകൊണ്ടാണോ? അത് തീർച്ചയായിട്ടും ഈഗോ വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഡെത്ത് ഓഫ് ഈഗോയിൽ മാത്രമേ ആ ഒരു റൈസ് വരുള്ളൂ, സക്സസിൻ്റെ വിജയം അപ്പോഴേ വരുള്ളൂ. ഈഗോയെ കൊല്ലുന്ന നിമിഷം മാത്രം. അതായത് നമ്മളെപ്പോഴും ചുറ്റുപാട് നോക്കിയാണ് നമ്മൾ കുറ്റം പറയുന്നത്. ചുറ്റുപാട്, മറ്റു വ്യക്തികൾ കാരണം കൊണ്ടാണ് എൻ്റെ ജീവിതം പരാജയപ്പെട്ടത്, അവർ കാരണം കൈ ചൂണ്ടുക നമ്മളെപ്പോഴും ചുറ്റുപാടിനെ, സൊസൈറ്റിയെ. അപ്പോൾ അതിനു പകരം നമ്മൾക്ക് നേരെ തന്നെ കൈ ചൂണ്ടിക്കൊണ്ട് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് വി ഹാവ് ടു വർക്ക് വിതിൻ അവർ സെൽസ്. നമ്മളാണ് ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ്. നമ്മളിൽ തന്നെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ആത്മവിശ്വാസം, ധൈര്യം, ഭയം, നാണക്കേട്, ലജ്ജ ഇതൊക്കെ മാറ്റിയിട്ട് ആത്മവിശ്വാസത്തോടെ, ഈ ഫിയർ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഫിയർ എവറിത്തിങ് ആൻഡ് റൺ, അല്ലെങ്കിൽ ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്. എല്ലാം നമ്മൾ നേരിടുക. അതിനുള്ള ഒരു ആത്മവിശ്വാസവും ധൈര്യം, കറേജ്, കോൺഫിഡൻസ്, ഇത് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ കാരണം കൊണ്ടാണ് നമ്മുടെ ജീവിതം ഒരു പരാജയമായത് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമ്മളിലേക്ക് തന്നെയാണ് പിന്നെയും വിരൽ ചൂണ്ടുന്നത്. നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രോജക്റ്റ്. വി ഹാവ് ടു സ്റ്റഡി അവർ സെൽഫ്. ഇതിൽ അമ്മമാർക്കുള്ള പങ്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള പങ്ക്, ഇപ്പം സ്ത്രീകളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് ഈ കുഞ്ഞിനെ നോക്കുക എന്നൊരു പോയിന്റ് ഉണ്ടല്ലോ. അതെ, ഈ കുഞ്ഞിന് കുഞ്ഞ് മോശമായാൽ അമ്മയുടെ വളർത്തു ദോഷം കൊണ്ടാണെന്ന് പറയുന്നത്. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മദറിനെക്കാട്ടിലും കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ ഫാദർലെസ്നെസ് എന്ന് പറയും. കാരണം ആ ഒരു അപ്പൻ്റെ സാന്നിധ്യവും ആ ഒരു പാരൻറ്റിങ്ങിലോട്ട് വളരെ അത്യാവശ്യമാണ്. ആ ഒരു ക്വാളിറ്റി ടൈം സാന്നിധ്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് അമ്മയ്ക്കും അച്ഛനും ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രാധാന്യമാണ്. പിന്നെ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് ഏതൊരു മക്കൾക്കും ആദ്യം തന്നെ അമ്മയാണ് ആദ്യം. ഇപ്പോൾ റോൾ മോഡലായിട്ടാണെങ്കിലും ഇൻഫ്ലുവൻസർ ആണെങ്കിലും അമ്മ പറഞ്ഞു തന്ന സത്യങ്ങൾ, പിന്നെ തീർച്ചയായിട്ടും അത് അവരുടെ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ അമ്മയുടെ ആ ഒരു ചിന്തകളും കാഴ്ചപ്പാടുകളും ആ അമ്മ എടുത്ത നിലപാടുകളും ഒക്കെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പം നമ്മളത് മറന്നു പോകരുതും. കാരണം ലോങ് ടേമിൽ നമ്മൾക്ക് ഈ ഒരു ജീവിതത്തിലെ ആ ഒരു ഷോർട്ട് ടേം ഹാപ്പിനെസ്സിന്, ഒരു നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി നമ്മൾ പോയി പിന്നെ അതിന് നമ്മൾ വലിയൊരു വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ അതിൽ വുമൺ എംപവർമെന്റ് എന്നൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഫാമിലിയിൽ തന്നെ പലപ്പോഴും അത് ഇംപ്ലിമെന്റ് ആവാത്തൊരു സാഹചര്യമാണ്. അതെ, അപ്പോൾ അതും ഒരു പ്രശ്നമല്ല. അതെ, ഫാമിലിയിൽ തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആ ഡൗറിയുടെ അല്ലാതെ തന്നെ ഇൻഹെറിറ്റൻസ് റൈറ്റ് ഇന്നും സ്ത്രീകൾക്കില്ല, ഇപ്പോഴും പുരുഷന്മാർക്കാണ്. അപ്പം സ്ത്രീകളെ ആ ഒരു ഡൗറിയുടെ പേരിൽ അന്ന് കൊടുത്തത് അയച്ചിട്ട് പിന്നെ ആ ഒരു ഇൻഹെറിറ്റൻസ് ഇത് മേരി റോയുടെ ആ ഒരു ഇതിൽ വന്നെങ്കിലും ഇപ്പോഴും അതൊന്നും പ്രാവർത്തികമല്ല. പിന്നെ ഈ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സ്ത്രീ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മകൾ, ഒരു അനിയത്തി അല്ലെങ്കിൽ ആയതുകൊണ്ട് അവരെടുക്കുന്ന ഒരു
ലിബർട്ടി, ഒരു ഫ്രീഡം ഉണ്ട്. ബാക്കി മെമ്പേഴ്സും ചുറ്റുമാണ്. അതായത് ഇവരോട് ഇപ്പം എന്തിനാ ചോദിക്കുന്ന ഒരു മകൾ, അപ്പോൾ ആ ഒരു പുരുഷ മേധാവിത്വത്തിന്റെ നിലപാടുകൾ ഇപ്പോഴും ഉണ്ട് ഫാമിലിയിൽ. മകളും ഉണ്ടെങ്കിൽ അമ്മമാരാണ് പലപ്പോഴും അത് പറയാ, അതായത് അവൻ ആൺകുട്ടിയല്ലേ, അതുകൊണ്ട് അവന് കുറച്ച് കൂടുതൽ പ്രയോറിറ്റി. അതെ, അപ്പോൾ സ്ത്രീകളോട് അതിനൊരു മൈക്രോ അഗ്രഷൻ എന്നാ ഞാൻ പറയാം. മൈക്രോ അഗ്രഷൻ, മൈക്രോ ക്രൂവൽറ്റി അവരെടുക്കുന്ന ആ ഒരു ലിബർട്ടിയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവരോട് ഇപ്പോൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ പറഞ്ഞാൽ ഇപ്പം അവരറിഞ്ഞാൽ എന്താ, അറിഞ്ഞില്ലെങ്കിൽ എന്താ, ആ ഒരു ഫ്രീഡം അവരെടുക്കുന്നുണ്ട്. അങ്ങനെ അതിപ്പോഴും ആൺകുട്ടി പലപ്പോഴും വലുതായി കഴിയുമ്പോൾ അവരുടെ ഫാമിലിയിൽ അതൊരു ഇഷ്യൂ ആയി മാറും. അതെ, അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ആൺമക്കളെയും കൂടെ നമ്മൾ നല്ല രീതിയിൽ ഇപ്പം പെൺകുട്ടികളെ സഹോദരിയായിട്ട് കാണാനും, നല്ല അത് ഒപ്പത്തിനൊപ്പം വർക്ക് ചെയ്യാനും, വീട്ടിലെ ജോലികൾ അതിലൊരു ജെൻഡറിൻ്റെ ഇതിന് നേച്ചർ കൊടുക്കേണ്ട കാര്യമില്ല. വീട്ടിലെ ജോലികൾ ആൺകുട്ടികളും കൂടി ചെയ്താൽ മാത്രമേ ഇനി ഒരു ഹെൽത്തി സൊസൈറ്റി പ്രാവർത്തികമാകത്തുള്ളൂ, അല്ലേ?